എനിക്ക് അതിൽ നിന്ന് കര കയറണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വിചാരിച്ച പോലെ സാധിക്കില്ല. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു പ്രാവശ്യം അതുപോലെ അനുഭവിച്ചതാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുന്നത് എന്ന് മുതലാണ്, അന്ന് മുതൽ നമ്മുടെ ലൈഫ് മാറും. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് കേട്ടോ. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ Q&A വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു 2-3 ദിവസം മുമ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ആ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി ഇങ്ങനെ ഇൻട്രോ വലിപ്പിക്കാതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാഹിദാണ് ചോദിച്ചിരിക്കുന്നത്. സുഖമാണോ ഇത്ത? സുഖമായിട്ടിരിക്കണം, അൽഹംദുലില്ലാ. പിന്നെ നുസ്രത്ത് ചോദിച്ചേക്കുന്നതാണ്, മോളുടെ ഫുൾ നെയിം എന്താണ്? എൻ്റെ മോൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ലിയമോൾക്ക് ഒരു ഹായ് പറയോ? ഹായ് ലിയമോളെ, ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മോളുടെ ഫുൾ നെയിം ദനീൻ ഹയാത്ത് എന്നാണ്, പ്രിൻസസ് എന്നാണ് ആ ഒരു പേരിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ എന്താണ്, വീട്ടിൽ നമ്മൾ നിധി എന്ന് വിളിക്കും. പിന്നെ റംഷീദ ചോദിച്ചേക്കുന്നതാണ്, ഒരു ഹായ് പറയോ? പിന്നെ അജ്മീർ ഗൾഫിൽ പോയ അജ്മീറിന് എന്താ ജോബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹലോ, ഓക്കെ, ഇക്ക ഗൾഫിൽ പോയിട്ടില്ല, കാസർഗോഡാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. പിന്നെ അജ്മീറിന് അവനിപ്പോൾ ഒരു സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ ഫസ്ന ചോദിച്ചിരിക്കുന്നത്, ഒരു ഹായ് പറയുമോ? ഹലോ, ഓക്കെ. പിന്നെ ഫസ്ന തന്നെ ചോദിച്ചിരിക്കുന്നത്, നിങ്ങളുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇടുക്കി തൊടുപുഴയാണ്. തൊടുപുഴ ഉടുമ്പന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ വീട്. പിന്നെ ഇക്കാടെ വീട് കാസർഗോഡാണ്, പാണത്തൂർ എന്ന് പറയും. ഓക്കെ, പിന്നെ മുഹമ്മദ് അസീം ചോദിച്ചേക്കുന്നതാണ്, സുഖമാണോ ഇത്ത? എനിക്കൊരു ഹായ് തരുമോ? ഞാൻ ഇത്താടെ ഒരു വലിയ ഫാനാണ്. എൻ്റെ പേര് അസീം. അയ്യോ, ഫാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ എന്തായാലും ഒരു ഹായ്, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ. പിന്നെ സജ്ന ചോദിച്ചേക്കുന്നതാണ്, നിങ്ങളുടെ വീട് എവിടെ? മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട് എവിടെ? മോളുടെ പേര് പറയാമോ? മോൾക്ക് എത്ര മാസമായി? അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോൾ കാണുന്ന പുതിയ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അറിയില്ലാത്തത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് തൊടുപുഴ ഇടുക്കിയാണ്, ഇക്കാട് വീട് കാസർഗോഡാണ്. പിന്നെ അവന് 4 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്, LKG. പിന്നെ എന്തായിരുന്നു, എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, അനിയൻ, പിന്നെ മറ്റുമിഷി എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിയുടെ സിസ്റ്ററാണ് കേട്ടോ. പിന്നെ ഇക്കാടെ വീട്ടിൽ ഉമ്മ, ഉപ്പ, അനിയനാണുള്ളത്. പിന്നെ മോളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ദനീൻ ഹയാത്ത്. ഇപ്പം ഇന്നേക്ക് 51 ദിവസമായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഷമീല ചോദിച്ചേക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട് ഏതാണ്? ഇതും എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ പഴയ വീട്ടിലായിരുന്നപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ വീഡിയോ ഇപ്പോഴായിരിക്കും പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഡൗട്ട് വന്നത്. ഇത് നമ്മൾ റെൻറ്റിനെടുത്തേക്കുന്ന ഇത് റെൻറ്റിനെടുത്തേക്കുന്ന വീടാണ് കേട്ടോ. ഓക്കെ, നജീബ് ഒരു ഹായ് തരുമെന്ന് വെച്ചിട്ടുണ്ട്. ഹലോ. പിന്നെ ബെൻസീത്ത ഇത്തയുടെ ശരിക്കും സിസ്റ്ററാണോ? ബെൻസിത്ത എന്ന് പറയുന്നത് ഇക്കാടെ കസിൻ സിസ്റ്ററാണ്. ഇക്കാടെ ഉമ്മാൻ്റെ ആങ്ങളയുടെ മോളാണ് ബെൻസിത്ത എന്ന് പറയുന്നത്. പക്ഷേ നമ്മളങ്ങനെ സിസ്റ്റേഴ്സിനെ പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ എന്താണ്, കല്യാണത്തിന്, അതായത് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമാണ് അവരെ കല്യാണത്തിൻ്റെ അന്നാണ് അവരെ പരിചയപ്പെടുന്നതൊക്കെ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ശരിക്കും സിസ്റ്റേഴ്സ് പോലെ തന്നെയാണ്. സുഖമാണോ? ആയിഷുവിനൊരു ഹായ് പറയോ? ഹലോ. കുറേ പേര് സുഖമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജന്നമോൾക്കൊരു ഹായ് പറയോ? ഹലോ. കുറേ പേര് അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, അതൊരു യൂസറാണ്. ഡെലിവറി ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നില്ലേ? അവിടെ എത്ര 40 ഡേയ്സ് പാക്കേജ് ചാർജ് ഡീറ്റെയിൽസ് പറയാം. ഞാൻ ഡെലിവറി ട്രീറ്റ്മെൻറ്റ് എടുത്ത് 10 ദിവസത്തേക്കാണ്. എനിക്ക് 40 ഡേയ്സിൽ എത്ര രൂപയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മൾ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഡീറ്റെയിൽഡ് ആയിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. എനിക്ക് 40 ഡേയ്സിലെ പാക്കേജ് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. 40 ഡേയ്സ്, 20 ഡേയ്സിൻ്റെ, 21 ഡേയ്സിൻ്റെ, 10 ഡേയ്സിൻ്റെ, 14 ദിവസത്തിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞുതരാം എത്ര രൂപയാണെന്നൊക്കെ കേട്ടോ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന ഒരു യൂസറാണ് കേട്ടോ. ഇത്തൻ്റെ 2 പ്രഗ്നൻസിയുടെ ഡിഫറൻസ് എന്താണെന്ന് പറയുമോ പ്ലീസ്? പ്രഗ്നൻസിയിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ആദ്യത്തെ കേസിൽ അഫീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 3-4 മാസത്തേക്ക് ഒരുമാതിരി അവസ്ഥയായിരുന്നു, ഡിപ്രഷനായിരുന്നു, ഭയങ്കര ഒരു എന്താ പറയണേ, എനിക്കത് ഓർക്കാനും കൂടെ പറ്റുന്നില്ല. ഇപ്പോഴും ഒരു പേടിയാണ് അത് ഓർക്കുമ്പോൾ. എങ്ങനെ ഞാനത് കടന്നു വന്നു എന്നുള്ളത് ചിന്തിച്ചു. അത്ര എപ്പോഴും കരച്ചിലെ പ്രശ്നങ്ങൾ, മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു, ഒട്ടും ഓക്കെ ആയിരുന്നില്ല കേട്ടോ ഒരു 4 മാസത്തേക്ക്. പക്ഷേ അതിൽ നിന്ന് ഈ പ്രാവശ്യത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം അങ്ങനെ മെൻ്റലി ഡൗൺ ആവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഡൗൺ ആവാനുള്ള
സാഹചര്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും എനിക്ക് അങ്ങനത്തെ ഒന്നും മനസ്സിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഡിപ്രഷൻ ആയിക്കോട്ടെ, ഒരു മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയി പോവുമോ, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, പലപ്പോഴും ഇങ്ങനെ നമ്മൾ മടുത്തു പോകുന്നൊരു ഇതുണ്ടല്ലോ, എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒന്നും അതിലേക്കൊന്നും എത്തിയിട്ടില്ല. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നിട്ട് പോലും അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഭയങ്കരമായിട്ട് പിടിച്ചു നിന്നു. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കാരണം ഒരു പ്രാവശ്യം നമ്മൾ അതിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്നതുകൊണ്ടായിരിക്കും എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അത്യാവശ്യം നല്ലൊരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഈ പ്രാവശ്യം അതൊന്നും ബാധിച്ചിട്ടേ ഇല്ല. അപ്പം നല്ലൊരു പ്രഗ്നൻസി ആയിരുന്നു. മീൻസ് നല്ലൊരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് എനിക്കിങ്ങനെ അലച്ചിലുണ്ടായിട്ടുണ്ട്. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അതൊന്നും തന്നെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ഫിസിക്കലി നമ്മൾ ഡൗൺ ആവുമല്ലോ, മീൻസ് ഒരുപാട് ക്ഷീണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാം, പല വീഡിയോസിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് മറ്റുമിച്ചിരി ഹോസ്പിറ്റൽ കേസ്, അതുപോലെ വേറെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത്. പക്ഷെ അതൊന്നും മനസ്സിലേക്ക് എടുത്തിട്ടില്ല. മെൻ്റലി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഒരിക്കൽ പോലും ഡൗൺ ആയിട്ടില്ല എന്നുള്ളതാണ്. പിടിച്ചു നിന്നു, മാക്സിമം പിടിച്ചു നിന്നു. ഒരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിൽ നിന്ന് കര കയറണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വിചാരിച്ച പോലെ സാധിക്കില്ല. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു പ്രാവശ്യം അതുപോലെ അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള ഒരു അങ്ങനെ ഒരു തീരുമാനം ഞാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ 2 പ്രഗ്നൻസിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സുഹൈല ചോദിച്ചേക്കുന്നതാണ്, മോളെ എന്തിനാ നിധി എന്ന് വിളിക്കുന്നത്? ഹിന്ദു നെയിം ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. അഫിക്ക് മാച്ചായ ഒരു നെയിം മോൾക്കും ഇട്ടൂടെ? ലവ് യു ഇത്ത. സ്നേഹത്തോടെ പറയുന്നതാണ് കേട്ടോ, ഒന്നും തോന്നില്ല. ലവ് യു ടു. ഒരു കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനത്തെ സജഷൻസൊക്കെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചിലരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുത്ത് മുറിച്ച് പറയും, പക്ക നെഗറ്റീവ് കമൻ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇടും. പക്ഷേ ഇതുപോലെയുള്ള മാന്യമായിട്ടുള്ള കമൻസ്, സജഷൻസ് മാന്യമായ രീതിയിൽ നമുക്ക് തരുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു പേരിട്ട് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഇത് ആദ്യമേ തീരുമാനിച്ചതാണ്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ നമ്മളത് ഡിസൈഡ് ചെയ്തായിരുന്നു. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ ഒരു പേര് വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അഫിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അപ്പോൾ അഫി എപ്പോഴും വന്നിട്ട് അവൻ ശരിക്കും എനിക്ക് പെൺകുഞ്ഞാവനെ മതി അങ്ങനെയൊക്കെ പറയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതലേ പെൺകുട്ടിക്കുള്ള പേര് കണ്ടുപിടിച്ചിരുന്നു. പിന്നെ ഇനി ഇൻ കേസ് ആൺകുട്ടി എങ്ങാനും ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേര് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്കാണ് ആൺകുട്ടിക്കുള്ള ഒരു പേരും കൂടി ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ദനീൻ ഹയാത്ത് എന്നുള്ള പേര് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നിധി എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തീരുമാനിച്ചു. പിന്നെ അഫി എപ്പോഴും വന്ന്, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം മുതൽ അഫി നിധി ബേബി അങ്ങനെയാണ്, ഇപ്പോൾ വയറിലൊക്കെ വന്ന് അങ്ങനെയൊക്കെയാണ് നിധി ബേബി അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് യൂസ്ഡ് ആയതുകൊണ്ട് പിന്നെ നമുക്കത് മാറ്റാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് എന്താ പറയുക, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇട്ടതാണ് ആ പേര്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പേര്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ സജഷൻസൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു രീതിയിൽ മാന്യമായിട്ടുള്ളൊരു രീതിയിൽ അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കാണുമ്പോൾ തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും. പിന്നെ ഫർഹാന ചോദിച്ചേക്കുന്നത്, അഷ്ന നിങ്ങളുടെ പഴയ വീട്ടിൽ നിങ്ങൾ ഇനി താമസത്തിന് പോകുന്നില്ലേ, അതോ ഇനി പുതിയ വീട് വെച്ചതിന് ശേഷമേ പോകുന്നുള്ളൂ? എത്രയും പെട്ടെന്ന് ഒരു നല്ല വീട് വെക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ്, ഒരു പുതിയ വീട് വെക്കുക എന്നുള്ളത്. പക്ഷേ ഒരിക്കലും ഇപ്പോഴൊന്നും നടക്കില്ല. അത് കാരണം അറിയാലോ എന്തുമാത്രം ക്യാഷും കാര്യങ്ങളൊക്കെ അതിന് വേണമെന്നുള്ള. അപ്പോൾ അതെന്തായാലും ഉടനെ ഒന്നും നടക്കില്ല. പിന്നെ പഴയ വീട്ടിലേക്ക് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു തീരുമാനമില്ല കേട്ടോ. ആക്ച്വലി നമ്മളിത് 1 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് കഴിയുമ്പോൾ വീണ്ടും അത് പുതുക്കുമോ അല്ലെങ്കിൽ നമ്മൾ വേറെ വീട് നോക്കുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇനി പഴയ വീട്ടിലേക്ക് തന്നെ പോകുമോ, ഇതൊന്നും ഒരു തീരുമാനമില്ലാത്ത കേസാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ സിദ്ദീഖ് ചോദിച്ചേക്കുന്നതാണ്, നിങ്ങളുടെ ന്യൂ ഹോമാണോ, പുതിയ വീട് വെച്ചോ, ഹായ് പറയുമോ? മിന്നു ഹായ്. ഓക്കെ, പുതിയ വീടല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് റെൻറ്റഡ് ആണ്. ഓക്കെ, ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു അന്ന് വീഡിയോ കണ്ടിട്ട് പിന്നെ ഇപ്പോഴായിരിക്കും കാണുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നത്. റെൻറ്റഡ് ഹോമാണ് കേട്ടോ. പിന്നെന്താ, മോട്ടിവേഷൻ മൈൻഡ്, നിങ്ങൾ ഒറ്റ മോളാണോ അതോ ബ്രദറുണ്ടോ, ഒന്ന് പറയുമോ പ്ലീസ്? ഒറ്റ മോളല്ല, എനിക്കൊരു അനിയനുണ്ട് കേട്ടോ, ബ്രദറുണ്ട്. പിന്നെ സ്പൈസി കസിൻസ് ചോദിച്ചേക്കുന്നത്, ഇത്തയുടെ വീട് ഉടുമ്പന്നൂരാണ്. ഇപ്പം നമ്മൾ താമസിക്കുന്നത് അമയപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നേരത്തെ മഞ്ചിക്കല്ലായിരുന്നു. പിന്നെ മുഹ്സിനെ ചോദിച്ചേക്കുന്നതാണ്, ഇത്തയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ 40 ടൈമിലാണ് നിധിയെ കാണുന്നത്, ഡെലിവറി ടൈമിൽ വന്നില്ലായിരുന്നോ? ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അതിന് മുമ്പ് അവർക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു അത്യാവശ്യ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് മുമ്പ് തന്നെ അവർ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 40 ടൈമിലാണ്. അപ്പം
അത് ശരിക്കും പറഞ്ഞാൽ ഡെലിവറിയുടെ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നേരത്തെ വന്നിട്ട് പോയത്. പിന്നെ 40 ടൈമിലാണ് കേട്ടോ അവർ വരുന്നത്. സൂഫി സ്റ്റോക്സ് ചോദിച്ചേക്കുന്ന ബ്രദറിനെ കുറിച്ച് പറയണം. ബ്രദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു അനിയനാണുള്ളത്. ആഷിഖ് എന്നാണ് പേര്. എന്താണ്, ലോറി ഡ്രൈവറാണ് കേട്ടോ. ഷാനു ചോദിച്ചിരിക്കുന്നത് മോൾക്ക് ഇപ്പോൾ എത്രയായി? 51 ദിവസമായിട്ടോ. പിന്നെ കുറേ പേര് ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. സനു സബ്ന അഫീനെ സ്കൂളിൽ ചേർത്തു. അഫീനെ സ്കൂളിൽ ചേർത്ത് LKGയിലാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ ഇവിടെ ദാറുൽ ഫത്തഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിലാണ് കേട്ടോ. ബ്രദർ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ലോറി ഡ്രൈവറാണ്. അപ്പോൾ ഇങ്ങനെ ലോഡും കൊണ്ട് പോകും, പിന്നെ വരും, അങ്ങനെയൊക്കെ. പിന്നെ ആസില മോളുടെ 14th ഫംഗ്ഷന് ബ്രദർ ഉണ്ടായിരുന്നില്ല, വീഡിയോയിൽ എവിടെയും കണ്ടില്ല. അജ്മൽക്ക് ഗൾഫിൽ പോയോ? ഗൾഫിൽ പോയിട്ടില്ല, കാസർഗോഡ് ഉണ്ട് കേട്ടോ. അന്ന് അവൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് അവൻ തിരുവനന്തപുരത്തായിരുന്നു ലോഡും കൊണ്ട് പോയിട്ട്. അതുകൊണ്ടാണ് അന്ന് കാണാതിരുന്നത്, വീഡിയോയിൽ കണ്ടില്ല. അല്ലെങ്കിലും വന്നാലും വീഡിയോയിൽ നിൽക്കില്ല. വീഡിയോ എടുക്കാൻ പുള്ളിക്ക് വലിയൊരു താല്പര്യമില്ല, വീഡിയോയിൽ ഫോട്ടോയിലൊന്നും നിൽക്കില്ല. ഓക്കെ, സൈനബ് ചോദിച്ചേക്കുന്നത് ലവ് മാരേജ് ആണോ? ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളുടെ വീഡിയോ ഡെയിലി കാണുന്ന ആളാണ്, ഒരു ഹായ് തരുമോ? പിന്നെ എന്തൊക്കെയാണ്, സുഖം തന്നെയല്ലേ? സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിച്ചിരിക്കുന്നത് സൗദ അഷ്റഫാട്ടോ. ഹലോ, എന്താ ഡെയിലി വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ സഫീലാസ് കിച്ചൺ ബെൻസിത്ത അജ്മലിൻ്റെ അമ്മായിയുടെ മോളാണോ? ഇക്കാൻ്റെ ഉമ്മയുടെ ആങ്ങളയുടെ മോളാണ് കേട്ടോ ബെൻസിത്ത. പിന്നെ നഷ്വ ഷെറിൻ എഡ്യൂക്കേഷൻ, ഞാൻ PG ആണ്, MA എക്കണോമിക്സ് ആയിരുന്നു കേട്ടോ. പിന്നെന്താ, ബെൻസിത്ത ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കട കസിൻ സിസ്റ്ററാണ്. ചോദിച്ചിരിക്കുന്നത് ഫർസാനയാണ്. പിന്നെ നിങ്ങൾ മുൻപേ ബന്ധുക്കളാണ്, അതൊരു യൂസറാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണ്. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ വീട് സ്വന്തമാണോ? ആയിഷ ചോദിച്ചേക്കുന്നതാണ്. അല്ല, റെൻറ്റഡ് ആണ് കേട്ടോ. അജ്മലിൻ്റെ ചാനലിൽ വീഡിയോ ഇടാറില്ല, അതാരാ ചോദിച്ചിരിക്കുന്നത്? സജി ഹസൻ. ഇപ്പം കുറേ ആയി വീഡിയോ ഇടാതെ. അതിൻ്റെ ഒരു പിൻ വെരിഫിക്കേഷൻ്റെ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ് ചാനലിൻ്റെ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടാണ് ഇനി വീഡിയോസ് ഇട്ട് തുടങ്ങാൻ വേണ്ടി. എപ്പോഴാണ് കാസർഗോഡ് വീട്ടിൽ പോകുന്നത്? അജ്മലിക്ക അവിടെ? അത് ചോദിച്ചിരിക്കുന്നത് ഷിജിനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴാണ് പോകുന്നതെന്നുള്ളത് അറിയത്തില്ല, കാരണം അഫീനെ ഇവിടെ ചേർത്തല്ലോ. അപ്പം ഇക്ക കാസർഗോഡ് ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ 5-ാം തീയതി ആകുമ്പോഴാണ് അഫീൻ്റെ ഇനി സ്കൂളിൽ പോകേണ്ടത്. അന്നത്തെ ആ സമയമാകുമ്പോഴത്തേക്ക് ഇക്ക വരുമായിരിക്കും. പിന്നെ സാലിഹ റസാഖ് സ്കിൻ കെയർ ടിപ്സ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട് കുറച്ച് വലിയ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു ടിപ്സൊന്നും എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. പിന്നെ അജിത ചോദിച്ചേക്കുന്ന ആഷി എവിടെയായിരുന്നു? കുറേ ആയല്ലേ ഇക്ക എവിടെ? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇക്ക ഇപ്പോൾ കാസർഗോഡാണ് കേട്ടോ ഉള്ളത്. സഹല ചോദിച്ചേക്കുന്നത് അനുസിത്താരയുടെ ചെറിയ കട്ടുണ്ട്, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എവിടെ കൊണ്ടോ ഒരു ചായ കാച്ചിലുണ്ടെന്ന്. ഓക്കെ. റൂബി ചോദിച്ചേക്കുന്നുണ്ട് അജ്മീറിന് എന്താ ജോബ്? കല്യാണം നോക്കുന്നുണ്ടോ? അവനിപ്പോൾ ഒരു സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 സിനിമ കണ്ട് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ വേറൊരു സിനിമയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് MSK3 ബ്ലോഗ് ചോദിച്ചേക്കുന്നത് അഫീൻ്റെ നെയിം അതാണ്. അഫിയുടെ ഫുൾ നെയിം അക്സം ജമീൽ എന്നാണ് കേട്ടോ. പിന്നെ നാസ് ചോദിച്ചേക്കുന്നത് നഷ്ന തിരിച്ച് ഹസ്ബൻഡ് വീട്ടിൽ പോകുന്നില്ലേ? മോനെ കാസർഗോഡാണോ തൊടുപുഴയാണോ സ്കൂളിൽ ചേർക്കുന്നത്? ഞാനിവിടെ ഓൾറെഡി ചേർത്തു. ഇവിടെ ഞർക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ദാറുൽ ഫത്തഹ് എന്ന സ്കൂളിലാണ് കേട്ടോ ചേർത്തത്. പിന്നെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും ഉടനെ പോകുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ചേർത്തത്. കാരണം ഇനിയിപ്പോൾ അവൻ്റെ ഒരു വർഷം വെറുതെ കളയാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതെന്താ അവിടെയല്ലേ ചേർക്കേണ്ടത്, അവരുമായിട്ട് പിണക്കത്തിലാണെന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഒരു കുഴപ്പമില്ല. ഇതിപ്പം ഞാനും ഇക്കായും അതുപോലെ അല്ലെങ്കിൽ എനിക്കോ ഇക്കാക്കോ പിന്നെ എൻ്റെ വീട്ടുകാർക്കോ അവിടുത്തെ വീട്ടുകാർക്കൊന്നും ഞാനിവിടെ നിൽക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ചേർത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മറ്റുമിശിക്കാണെങ്കിൽ അടുത്ത ആഴ്ച ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. കോട്ടയത്ത് ഉമ്മിശി അത്തിച്ചും കൂടെയാണ് പോകുന്നത്, റിപ്പോർട്ട്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് മറ്റുമിശിനെ കൊണ്ട് പോകണം. അപ്പോൾ ചിലപ്പം അറിയില്ല എങ്ങനെയാണെന്ന്, ചിലപ്പോൾ ഒരു ചെറിയ സർജറിയൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പം ഉടനെ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നാണ് നിലവിലെ തീരുമാനം. ഇനി അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കുഞ്ഞിനെ അവിടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഹിജാബി പറഞ്ഞേക്കുന്നതാണ് കാസർഗോഡ് വരുവാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. നോക്കാം കേട്ടോ. ഓക്കെ. പിന്നെ മോൾക്ക് ഇപ്പോൾ എത്രയായെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അഫിയുടെ ഫുൾ നെയിം പറഞ്ഞു. പിന്നെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടും കൂടിയിട്ടാണ് കേട്ടോ. അത് ചോദിച്ചിരിക്കുന്നത് ഹൈറനീസയാണ്. പിന്നെ
ബ്രദറിനെ കുറിച്ച് പറ. വീടിൻ്റെ മുകൾ ഭാഗം ഉപയോഗിക്കാറില്ല. ഇല്ല, ഇത് നമ്മൾ റെൻറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഈ താഴത്തെ ഇത് മാത്രമാണ് അലൗഡ് ഉള്ളൂ, മേളിൽ യൂസ് ചെയ്യാറില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് മേളിലതിൻ്റെ ആവശ്യമില്ല. ഈ താഴെ തന്നെ വലിയൊരു ഹാള്, പിന്നെ 3 ബെഡ്റൂം ഉണ്ട്, അതിൽ 2 അറ്റാച്ച്ഡ് ഉണ്ട്, പിന്നെ കിച്ചൺ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മേളിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു താഴത്തെ നില തന്നെ മതി. അതുകൊണ്ട് നമ്മൾ മേളിൽ ഉപയോഗിക്കാറില്ല. പിന്നെ ബ്രദറിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഒരു യൂസർ ചോദിച്ചേക്കുന്നതാണ് കുഞ്ഞുവാവ് വന്നതിൽ പിന്നെ ഉണ്ടായ മാറ്റം. രണ്ടാളെ ഒരേപോലെ നോക്കാൻ പറ്റുന്നുണ്ടോ? വന്നതിൽ പിന്നെ ഉണ്ടായ മാറ്റം അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ഒരാളൂടെ നമ്മളിലേക്ക് വന്നു, ഭയങ്കര ഹാപ്പിയാണ്. പണ്ടത്തെക്കാട്ടിലും ഭയങ്കര സന്തോഷമാണ് ഇപ്പം. അത് ആ ഒരു മാറ്റമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരേപോലെ നോക്കാൻ പറ്റും, അത് നോക്കണമല്ലോ, രണ്ടുപേരും നമ്മുടെ അല്ലേ. അപ്പം പിന്നെ നമുക്ക് ആദ്യമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് മാനേജ് ചെയ്യാൻ പഠിച്ചു. അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് തന്നെ ഒരു വിഷമമാണ്, ഇപ്പം ബേബിയുടെ കൂടെ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പം അഫിക്ക് എന്തെങ്കിലും വിഷമാവോ, അല്ലെങ്കിൽ അവനത് ഫീൽ ചെയ്യും. അങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ ഞാനത് 1-2 പേരോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അവരെല്ലാവരും പറഞ്ഞു അത് എല്ലാവർക്കും ഉള്ളതാണ്, നിനക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ വരും, പക്ഷേ അത് തന്നെ അത് മാറിക്കോളും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഓക്കെ ആയി. പിന്നെ നമ്മളിപ്പോൾ രണ്ടാളെ മാനേജ് ചെയ്യാനൊക്കെ ആ ഒരു ട്രാക്കിലേക്ക് എത്തി. ആദ്യം കുറച്ചൊരു ഇതായിരുന്നു, ഇപ്പം ഓക്കെ ആയിട്ടോ. പിന്നെ വയനാടാണോ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ട്, ബുഷ്ര ചോദിച്ചിട്ടുണ്ട്. ഇല്ല കേട്ടോ, നമ്മൾ ഇടുക്കി തൊടുപുഴയാണ്. അഷ്നാൻ്റെ വീട്ടുകാർ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. അത് ചോദിച്ചിരിക്കുന്നത് ഹിസാനാണ്. നമ്മൾ ഈ ഒരു വീട് എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രഗ്നൻസി അതുപോലെ തന്നെ മറ്റുമിശ്ശിര ഹോസ്പിറ്റൽ കേസൊക്കെ വന്നപ്പം നമുക്ക് കുറച്ചുകൂടി സൗകര്യമുള്ളൊരു വീട്ടിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ പഴയ വീടുണ്ടല്ലോ മഞ്ചിക്കലുള്ള, ആ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തിശി രാവിലെ പോയിട്ട് വൈകുന്നേരം വരും, അങ്ങനെയാണ്. പിന്നെ അനിയൻ വരുമ്പോഴത്തേക്കും അവൻ അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഫെബിന ചോദിച്ചേക്കുന്നതാണ്, എന്തായാലും എൻ്റെ ക്വസ്റ്റ്യൻ വായിക്കണേ. അഷ്നാൻ്റെ വെയിറ്റ് എത്രയാണ്? ഏറ്റവും കൂടുതലുള്ള വെയിറ്റ് എത്രയായിരുന്നു? ഏറ്റവും കൂടുതൽ വെയിറ്റ് വന്നേക്കുന്നത് പ്രഗ്നൻസിയിൽ ലാസ്റ്റ് ആ ഒരു ടൈമിലാണ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 69-70 ആ ഒരു റേഞ്ചിലൊക്കെ വന്നായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ 71 ആയി, പിന്നെ അത് കുറഞ്ഞ് 70 ആയി, അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വന്നത്. പിന്നെ ഇപ്പോഴത്തെ വെയിറ്റ് ആക്ച്വലി എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് കുറേ ആയി. ലാസ്റ്റ് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നോക്കിയതാണ്, ഇപ്പോൾ കുറേ ആയി നോക്കാതെ. എനിക്ക് തോന്നുന്നു ഒരു 60ലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 62, അതിൽ കൂടുതൽ എന്തായാലും പോവില്ല. ഓക്കെ. നഫ്ല ചോദിച്ചേക്കുന്ന, അഷ്ന എങ്ങനെയാണ് വണ്ണം കുറച്ചത്? അഫി കുഞ്ഞായപ്പോൾ അഷ്നയുടെ ഫേസിലൊക്കെ നല്ല വണ്ണമായിരുന്നു, ഇപ്പോൾ വണ്ണം ഒന്നുമില്ല, എങ്ങനെയാണ് ബോഡി ആൻഡ് ഫേസ് വണ്ണം കുറഞ്ഞത്? അഫി കുഞ്ഞായിരുന്നപ്പോൾ ആ ഒരു സമയത്തൊന്നും, അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയമാണ്, ആ സമയത്ത് ശരിക്കും അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ബാക്ക് പെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കിടന്നിട്ട് എണീക്കുമ്പോഴും ഇരുന്നിട്ട് എണീക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു പെയിനായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് വെയിറ്റ് കൂടുന്നതുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ തന്നെ ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലായിരുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ ഡയറ്റൊന്നും കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നല്ല വെയിറ്റ്, എനിക്ക് തോന്നുന്നു 63-64 ആ ഒരു റേഞ്ചിൽ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഈ പറഞ്ഞ ഡയറ്റ് എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡയറ്റ് എന്ന് പറയുമ്പം ഫുഡ് മാക്സിമം കുറച്ച്, ചോറ് മാക്സിമം കുറച്ചു. പിന്നെ ഈ ഷുഗർ കംപ്ലീറ്റ് അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നല്ല മാറ്റം വരും ഷുഗർ. അപ്പോൾ അത് കംപ്ലീറ്റ് ഒഴിവാക്കി. പിന്നെ ഡെയിലി 30 മിനിറ്റ് സൂംബ ചെയ്യുമായിരുന്നു. അതായത് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഒരു സൂംബ ഏതെങ്കിലും വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് അത് നോക്കിയിട്ട് അത് ചെയ്യുമായിരുന്നു അരമണിക്കൂർ. അങ്ങനെയാണ് നന്നായിട്ട് വെയിറ്റ് ആ സമയത്ത് പിന്നെ കുറച്ചത്. അങ്ങനെ വെയിറ്റ് കുറച്ചിട്ടിരിക്കുമ്പോഴാണ് പിന്നെ പ്രഗ്നൻ്റ് ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറ്റോ കാര്യങ്ങളൊന്നും നോക്കില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡയറ്റോ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എന്താണോ ഇങ്ങനെ എനിക്കറിയത്തില്ല. ചിലപ്പോൾ എനിക്ക് അഫിയുടെ സമയത്ത് അത് കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വണ്ണം വെച്ചില്ലല്ലോ, തടിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഫുഡ് അങ്ങനെ ഒരുപാട് വാരി വലിച്ച് കഴിക്കാറില്ല. അതായത് അഫിയുടെ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇതുപോലെ തന്നെ വലിയ വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് വെയിറ്റ് കൂടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെയാണോ എന്ന് എനിക്കറിയില്ല. ഇൻ കേസ് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സസൈസൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഈ ബാക്ക് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, അപ്പം അതാണ് കേട്ടോ, ഡയറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു മീൻസ്
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് മെലിഞ്ഞത്. പിന്നെ ഇനി ഇൻ കേസ് വണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അത്യാവശ്യമാണ്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇനിയും വണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് ചെയ്യണം. ഡയറ്റ് എന്തായാലും നമുക്കിപ്പോൾ അങ്ങനെ ഭയങ്കര ഡയറ്റ് ചെയ്യാൻ പറ്റില്ല, ഫീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഹസീന ചോദിച്ചിരിക്കുന്നത് ഇതാ ഒരു ഹായ് തരുമോ. ഹലോ, എന്താണ് ഇത്താക്ക് യൂട്യൂബിൽ വന്നതിന് ശേഷം മറക്കാൻ പറ്റാത്ത മൊമെൻ്റ് എന്താണ്? യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് മിണ്ടുമ്പോഴത്തേക്കും വീഡിയോ കാണാറുണ്ട്, റീല് കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ ഒത്തിരി ഉണ്ട്, പക്ഷേ എനിക്ക് കോൺടാക്റ്റ് ഉള്ളവരൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു കോൺടാക്റ്റ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു ബന്ധമുള്ളവരെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാം, നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളവരാണ്. അല്ലാത്തവരായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ പുറത്ത് നമ്മൾ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ വന്ന് നമ്മളെ അതുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോഴത്തേക്കും എനിക്കറിയില്ല, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞാനത് എല്ലാവരോടും പറയാറുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഉമ്മച്ചിയൊക്കെ പുറത്ത് പോകുമ്പോഴാണെങ്കിൽ അഷ്ണയുടെ ഉമ്മയല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇതുപോലെ കോട്ടയത്ത് പോയപ്പോഴാണ്, എനിക്ക് ഓർമ്മയില്ല എവിടെയോ, അതോ കല്യാണത്തിന് പോയപ്പോഴാണ്, അങ്ങനെ എന്തോ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി അത് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്ന ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. അയ്യോ, അത് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇക്കാരുടെ അടുത്താണെങ്കിലും ചോദിക്കുക, അഷ്ണാജ്മലിൻ്റെ ഹസ്ബൻഡല്ലേ, ഞാൻ ഇക്കാരുടെ അടുത്ത് പറയുമോ ഇപ്പോൾ എൻ്റെ പേരിലൊക്കെയാണ് നിങ്ങൾ അറിയപ്പെടുന്നതല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെൻ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ ദുബായിൽ പോയിരുന്ന സമയത്തേക്ക്. ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പുറത്തിറങ്ങണില്ലല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യം പോയി വന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ ആയിരുന്നപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും എവിടെ പോയാലും കുറഞ്ഞത് ഒരു 3-4 പേരെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവർ വന്ന് മിണ്ടാറും അവരുടെ ഒരു സന്തോഷമൊക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സ് ആയിരുന്നു അതെല്ലാം. ഒരു മൊമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉമ്മച്ചിക്കും മറ്റേ വള വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ചെറുതായിരുന്ന സമയം മുതലാണ് എനിക്ക് ജോലി കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് അവർക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് ഉണ്ടാകും. നമ്മുടെ പേരൻസിനെ നോക്കണം, നമ്മുടെ ഹസ്ബൻഡിനൊരു സപ്പോർട്ടായിട്ട് നിൽക്കണം, അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഇപ്പം സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള മൊമെൻറ്റ്സ് കേട്ടോ. അച്ചു ചോദിച്ചേക്കുന്നത് കേട്ടോ, ബ്രദറിനെ കുറിച്ച് പറയണം, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ബ്രദർ എവിടെ? വേറൊരു യൂസറും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, യൂസറല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അത് ബ്രദർ എവിടെ കാണുന്നില്ല, എവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അവന് മറ്റേ ലോറി ഓടിക്കുന്നതാണ്. അപ്പം തമിഴ്നാട്, മധുര, പിന്നെ എന്താണ് നോർത്തിലേക്കൊക്കെ പോയി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. പിന്നെ പോയാൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്നത് കേട്ടോ. വന്നിട്ട് പിന്നെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് പിന്നെ പോകും, അങ്ങനെയാണ്. അപ്പം നിങ്ങളതിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട്, അപ്പോൾ ഇവനെ മാത്രം കാണാത്തപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ കാണാൻ വന്നില്ലേ, 40 തുള്ളി ചടങ്ങിനൊന്നും ഉണ്ടായിരുന്നില്ലോ, 40 തുള്ളി ചടങ്ങിനില്ലായിരുന്നു ആ സമയത്ത്, തിരുവനന്തപുരത്ത് കണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, മോളുണ്ടായ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. പക്ഷേ ഈ പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് വീഡിയോ വരാൻ താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളുടെ വീഡിയോ ഞാൻ എങ്ങനെ പെർമിഷൻ ഇല്ലാതെ എടുക്കും? അതിപ്പോൾ നമ്മുടെ ബ്രദർ ആണെങ്കിലും പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ അല്ലെങ്കിൽ ഫോട്ടോയിൽ നിൽക്കാനൊന്നും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് നിർബന്ധിച്ച് അത് ചെയ്യിക്കാറില്ല. എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം അത് അവരുടെ പ്രൈവസി, അവർ താല്പര്യമില്ലാതെ അവൻ്റെ ഇഷ്ടമാണ്. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതും വീഡിയോ വരുന്നതും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ടിട്ടാണ് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒന്നുമല്ല കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം എല്ലാവരെയും കാണിക്കുമ്പോഴത്തേക്കും ഒരാളെ മാത്രം കാണാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചോദ്യം വരും. ആയിഷ ചോദിച്ചേക്കുന്നതാണ് കേട്ടോ, അഷ്നയുടെ ലൈഫ് ഇൻസ്പിറേഷൻ ആരാണ്? എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഞങ്ങളുടെ ഫാമിലി മെമ്പർ പോലെയാണ് അഷ്ന. ഇപ്പം താങ്ക് യു സോ മച്ച്, ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതിൽ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മളെ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അഷ്നയുടെ ലൈഫ് ഇൻസ്പിറേഷൻ ആരാണ്? എൻ്റെ ഇപ്പോഴത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ആക്ച്വലി. അപ്പോൾ ഇത് പറയുമ്പോൾ വിചാരിക്കരുത് സ്വയം ഇങ്ങനെ പൊങ്ങുന്നതെന്ന്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതായത് എനിക്ക് കുറേ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളും കുറേ ഇൻസെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു
പണ്ടത്തെ എന്നെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പുള്ള ഞാൻ, ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒട്ടും സ്ട്രോങ് അല്ലായിരുന്നു. എനിക്ക് ഒരാളുടെ അടുത്ത് ഇങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും എന്തെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നോടൊരു ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് പട്ടി മോങ്ങണ പോലെ ഇരുന്ന് മോങ്ങുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. എനിക്ക് ഒരു ധൈര്യമില്ല. മറ്റൊരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരാളോട് എങ്ങനെ സംസാരിക്കണം, അങ്ങനെയൊക്കെ കുറേ പേടിയൊക്കെ ആയിരുന്നു എനിക്ക്. അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഇനി പറയുന്ന എന്തെങ്കിലും തെറ്റിപ്പോവോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ. എനിക്ക് ഒരു കാര്യത്തിലും എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരെന്ത് പറയുന്നു അതാണ് എൻ്റെ അഭിപ്രായം, മറ്റുള്ളവർ എന്ത് പറയുന്നു അത് കേട്ട് ജീവിക്കുന്നു, അങ്ങനെയായിരുന്നു. അല്ലാതെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളോ എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളോ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളോ ഒരു കാര്യത്തിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം ഒരുപാട് ചേഞ്ച് വന്നു കേട്ടോ. ആ ചേഞ്ച് വന്നതുകൊണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഞാനാണെന്ന് ഇപ്പം ഞാൻ പറയുന്നത്. ഒരുപാട് ചേഞ്ച് വന്നു. ഇപ്പം അത്യാവശ്യം സ്ട്രോങ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ എനിക്ക് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നാറുണ്ട് പല കാര്യങ്ങളിലും. കാരണം ഞാനിപ്പോൾ എൻ്റെ ഫാമിലി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഉമ്മച്ചീനെ, അത്തശ്ശീനെ, മറ്റുമ്മച്ചീനൊക്കെ നോക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഒരു സമയത്ത് അവരെനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലെ മുതൽ നമ്മളെ വളർത്തി പഠിപ്പിച്ച് MA വരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം നടത്തി ഡെലിവറി നോക്കി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. 3 പേരും. ഒരാൾ ഉമ്മച്ചി അത്തശ്ശി മാത്രമല്ല, മറ്റുമ്മച്ചിനെ കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയണത്. മറ്റുമ്മച്ചി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ ചെറുതിലേ മുതൽ നോക്കി വളർത്തി അങ്ങനെ ഒരു ഇതാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ അവർ ചെയ്ത അതിൻ്റെ അത്രയും തന്നെ പകരമാവില്ല, എന്നാൽ പോലും എനിക്ക് അവരെ ഇപ്പം നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എന്നെക്കുറിച്ച് ഓർത്ത് തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യങ്ങളാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഈ സോഷ്യൽ മീഡിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെല്ലാം തന്നത് ഈ സോഷ്യൽ മീഡിയ ആണ്. ഇതിൽ വന്നേ പിന്നെയാണ് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയത്. അതുപോലെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അതില്ലെങ്കിൽ 4 ആൾ അറിഞ്ഞത്. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ, ഇപ്പോൾ ഉമ്മച്ചി പുറത്തിറങ്ങുമ്പോൾ അഷ്നയുടെ ഉമ്മയല്ലേ, അതുപോലെ തന്നെ ഇക്ക പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അഷ്ന അജ്മലിൻ്റെ ഹസ്ബൻഡല്ലേ, അങ്ങനെയൊക്കെ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരത് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പം എനിക്കുണ്ടാകുന്ന ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ബ്ലിസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ നേട്ടങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെല്ലാത്തിനെക്കാട്ടിലും ഉപരി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ശരിക്കും ഒരു പെണ്ണിൻ്റെ ലൈഫിൽ കല്യാണം, അമ്മയാവുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലും ഒരു പിടി മുകളിലാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം അത് അങ്ങനെ നമ്മൾ ആവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യം, നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവും. ആ ഒരു ധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരു ധൈര്യം വേറെ എന്തിനാണ് നമുക്ക് കിട്ടില്ല. അത് ഇപ്പം ഞാൻ അനുഭവിച്ചറിയുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് പറയാനായിട്ട് പറ്റും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത ഞാനും ഇൻഡിപെൻഡൻ്റ് ആയ ഞാനും തമ്മിൽ 100 വ്യത്യാസമുണ്ട്. 100 വ്യത്യാസം. അപ്പം ഈ ഒരു 3-4 കൊല്ലം കൊണ്ട് എനിക്ക് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ തന്നെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വലിയ ചേഞ്ചാണ്. അത് സംസാരത്തിലും വന്നു, നമ്മുടെ പെരുമാറ്റത്തിലും വന്നു. പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പം, അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ നല്ല വ്യക്തമായ ധാരണയുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വീഴുമായിരുന്നു. എനിക്ക് ചെറിയൊരു കാര്യം പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പം നിന്നെക്കുറിച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോയി എൻ്റെ കാര്യം. പിന്നെ എനിക്ക് ഒന്നുമില്ല, എൻ്റെ കാര്യം പോയി, ഞാൻ അവിടെ തളർന്ന് വീണ് കഴിഞ്ഞു. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇപ്പം പറഞ്ഞോട്ടെ, അത് അവരുടെ ഇഷ്ടം, ഞാൻ ജീവിക്കുന്നു, എൻ്റെ ഇഷ്ടം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതായത് ഈ ഒരു ചേഞ്ച് എനിക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളി തന്നൊരു ധൈര്യമാണ് ഇങ്ങനെ മാറാനായിട്ടുള്ളൊരു കാരണം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന കാര്യം കുറേ പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. കാരണം ഒരു 90 അല്ലെങ്കിൽ 95% പെൺപിള്ളേരും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പലതും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ പിന്നെ നമ്മൾ സ്ട്രോങ് ആവും. എന്താ പറയുക, നമുക്ക് നമ്മളെ മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ വരും. നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മുടെ ലൈഫ് മാറും. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്ന ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഞാൻ തന്നെയാണ് ഇപ്പം നിലവിൽ. ഓക്കെ. പിന്നെ സഫ മറിയം ചോദിച്ചേക്കുന്നതാണ്. എപ്പോഴും നമുക്ക് കമൻറ്റ് ഇടുന്നതാണ്. ഇത്താണോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും കമൻറ്റ് ഇടുന്നതാണ്. അജ്മലിക്ക എന്ന ദുബായ്ക്ക് ഇനി അതോ നിങ്ങളെ കൊണ്ട് പോകുന്നുണ്ടോ? കാസർഗോഡേക്ക് ഇനി ഉടനെ പോകുന്നില്ലേ?
ദുബായിക്ക് പോകുന്നത് എന്നാണെന്നുള്ളത് തീരുമാനിച്ചില്ല. നമ്മളെന്തായാലും ഇനിയിപ്പോൾ ദുബായിക്ക് പറ്റി പോകുമെന്നറിയില്ല, ഒരു പിടിയില്ല കേട്ടോ. കാസർഗോഡ് ഇനി പോകുന്നില്ല എന്ന് വെച്ചാൽ ഉടനെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ പിന്നെ പറഞ്ഞല്ലോ, കുഞ്ഞിനെ ഇവിടെ സ്കൂളിൽ ചേർത്തിന്, അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു ഇത് വരുവാണെങ്കിൽ അവിടെ പോവും, പിന്നെ അവിടെ സ്കൂളിൽ ചേർക്കും, അത്രേ. ഹസ്ബൻഡ് എന്താ കാണിക്കാത്തത്? അതാരെ മുഹമ്മദ് സിനാനാണ് ചോദിച്ചേക്കുന്നത്. ഇക്ക ഇവിടെ ഇല്ല കേട്ടോ, കാസർഗോഡാണുള്ളത്, വരുമ്പോൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഫെബിന ചോദിച്ചിരിക്കുന്നത്, അഷ്ന ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട് ഏതാണ്? കടയും വീടുമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല, ഇനി അങ്ങോട്ട് പോകുമോ? നിങ്ങളുടെ അധികം എല്ലാ വ്ളോഗും കാണാറുണ്ട്, ഒത്തിരി ഇഷ്ടത്തോടെ, സഫ്ന. ഓക്കെ, താങ്ക് യു സോ മച്ച് സഫ്ന. നമ്മൾ എനിക്കൊന്ന് അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള വ്ളോഗിന് ശേഷം പിന്നെ ഇപ്പോഴായിരിക്കും കാണുന്നത്, അതുകൊണ്ടായിരിക്കും. ഇത് നമ്മൾ റെൻറ്റിനെടുത്ത വീടാണ്. എൻ്റെ ഡെലിവറി അതുപോലെ തന്നെ മറ്റുമിച്ചിൻ്റെ ആശുപത്രി കേസൊക്കെ വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സൗകര്യമുള്ള ഒരു വീട്ടിലേക്ക് മാറണം തോന്നി, അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകും എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് ഒരു തീരുമാനമില്ലാത്ത കേസാണ്. അവിടെ കടയും വീടൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഷിഫാന ചോദിച്ചേക്കുന്നതാണ്, ഇത്ത യൂസ് ആക്കുന്ന മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒന്ന് പറയുമോ? ഇത്തയുടെ സ്കിൻ ഏത് ടൈപ്പാണ്? എൻ്റെ സ്കിന്ന് കുറേ ചിലപ്പോൾ ഡ്രൈ ആണെന്ന് എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ ഓയിലി സ്കിന്നാന്ന് തോന്നും. അത് ഇങ്ങനെ മാറി വരും, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, ചിലപ്പം ഓയിലി ആയിട്ട് തോന്നും, അങ്ങനെയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ മാമാർത്തിൻ്റെ ആണ്. അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്കിഷ്ടമാണ്. സൺസ്ക്രീനും ഇഷ്ടമാണ്, മോയ്സ്ചറൈസറും ഇഷ്ടമാണ്, സീറോ എല്ലാം ഇഷ്ടമാണ് കേട്ടോ അവരുടെ. പിന്നെ ഷംന ചോദിച്ചേക്കുന്നത്, നിധി ബേബിക്ക് യൂസ് ആക്കുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ്? ഓയിൽ, സോപ്പ്, ക്രീം എക്സെട്ര. ക്രീം ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടിയിൽ തേക്കുന്ന, അതുപോലെ തന്നെ ബോഡിയിൽ തേക്കുന്നത് സമേതയുടെ ഓയിലാണ്. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കാരണം അവിടെ ആയിരുന്നപ്പം അവിടുത്തെ ഓയിലാണല്ലോ തേച്ചത്. അപ്പോൾ വന്നപ്പോൾ നമ്മൾ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു, അങ്ങനെ അതാണ് തേക്കുന്നത്. പിന്നെ സോപ്പ് ഇപ്പോൾ അവിടുത്തെയാണ് കേട്ടോ തേക്കുന്നത്, അവിടുത്തെ സോപ്പാണ് തേക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ എന്തെങ്കിലും സെബാമിഡ് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ അവളെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് ലോഷൻ ചെറുതായിട്ട് ഇതാക്കും, അതും സെബാമിഡിൻ്റെ ആണ്. മുബി അജു, അഫിയുടെ സ്കൂൾ ഡീറ്റെയിൽസ്, അഡ്മിഷൻ ഫീ, സ്കൂൾ ഫീ എക്സെട്ര പറയാമോ? ആക്ച്വലി നമ്മൾ അഡ്മിഷൻ എടുത്ത സമയത്തൊരു 1000 രൂപയാണ് പേ ചെയ്തത്. വേറെ ഫീസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാരും കാസർഗോഡ് പോകുന്നില്ല, അതുപോലെ തന്നെ ഇക്ക ഗൾഫിലേക്ക് പോയോ, പിന്നെ ഈ വീടിനെ കുറിച്ചിട്ട്, അതുപോലെ ബ്രദറിനെ കുറിച്ചിട്ട്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഈ പ്രാവശ്യം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെയൊക്കെയുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ കുറച്ച് സ്പീഡാക്കി എന്താണെന്നറിയോ, ഇപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. അപ്പോൾ ലൈറ്റിങ് പെർഫെക്റ്റ് ലൈറ്റിംഗ് ആണ് ഇപ്പം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ മഴക്കാറുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ ബ്ലറായിട്ടല്ല, ഒരുമാതിരി ഗ്രെയിംസ് പോലെ ഉണ്ടാകും ക്യാമറ ഓൺ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ ഒരു മഴക്കാർ വരുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്നൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ അവളെ ഞാൻ മറ്റു മിഷനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അഫിക്ക് ഇന്ന് അങ്കൻവാടിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റൊക്കെ എന്തോ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചിയും അഫിയും അങ്ങോട്ടേക്ക് പോയിക്കാണ്, ഞാനും മറ്റുമിശി നിധി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളെ ഞാൻ മറ്റുമിശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കരച്ചിലൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.